അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തു വന്ന വേവേനെ കണ്ട് ഷോക്കായി നോക്കി നിൽക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ ആ നൃത്തം കണ്ട് അവൾ തെറ്റിദ്ധരിച്ച് മറച്ചു വെച്ച് ഓടും. അതിലെല്ലാവരും അവളുടെ ചുറ്റും കൂടി ലിങ് പറയും, വാവ് അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരോടായി പറയും, എങ്ങനെയുണ്ട് എൻ്റെ സെലക്ഷൻ? എനിക്ക് ഇത്ര അധികം കഴിവുണ്ടെന്ന് ഞാൻ തന്നെ അറിഞ്ഞില്ല. അതിൽ എറിക്സി, നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് സെൽഫി എടുക്കാൻ നിൽക്കും. ക്യാമറയിൽ അവളെ തന്നെ കണ്ട വേവ വീണ്ടും മറച്ചു വെച്ച് ഓടും. എന്നിട്ട് പറയും, ലിങ് നീ എനിക്ക് കുറച്ചുകൂടെ മാന്യമായി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരുമോ? ഇതെന്തോ പോലെ, ഇത് വേണ്ട. അത് കേട്ട് അവർക്കൊക്കെ ആകെ മൂഡ് പോയി. എന്നിട്ട് ലിങ് സ്റ്റാഫിനോട് പറയും, നിങ്ങളുടെ അടുത്ത് മാന്യമായ സ്ത്രീക്ക് പറ്റിയ വല്ല ഡ്രസ്സുമുണ്ടോ? അത് കേട്ട് സ്റ്റാഫ് പറയും, മാഡം അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ ഈ ഉള്ള ഡ്രസ്സ് മുഴുവൻ മാന്യമായ സ്ത്രീകൾക്ക് സ്യൂട്ടാകില്ല എന്നാണോ? അത് നോക്ക് മാഡം, അവർക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. അതിൽ ലിങ് ഒന്ന് നോക്കി പേടിപ്പിച്ചപ്പോൾ അവൾ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ലിങ് തന്നെ ഡ്രസ്സ് തപ്പാൻ പോകും. എറിക്സി ചോദിക്കും, പെട്ടെന്ന് എന്താ നിനക്കൊരു പുതിയ ഡ്രസ്സൊക്കെ എടുക്കാനൊരാഗ്രഹം? അത് ഞാൻ ലാസ്റ്റായി എടുത്ത ഡ്രസ്സില്ലേ, അത് ഇട്ടിട്ട് പിന്നിപ്പോയി. അത് പിന്നിയിട്ടുണ്ടെന്ന് കുറേ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മൈൻഡും ഇല്ലാതെ പിന്നെ ഇട്ടിരുന്നല്ലോ. പിന്നെ നാളെ എക്സാമുമാണ്, എന്നിട്ടും അർജൻറ്റായി ഇന്ന് തന്നെ വാങ്ങിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. എന്നിട്ട് അവളൊന്ന് ആലോചിച്ചിട്ട് പറയും, എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ എറിക്സി പറയും, അതേത് കമ്പനി? സാറ്റർഡേ ഒക്കെ ഇൻ്റർവ്യൂ വെക്കുന്നത്? അത് മാത്രവുമല്ല, ഫൈനൽ എക്സാം ആണ് നാളെ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി എന്ത് ഇൻ്റർവ്യൂ ആണത്? അങ്ങനെ അവളെ തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലിങ് വന്നിട്ട് ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് പറയും, മാന്യമായ സ്ത്രീക്ക് ഇത് ഫിറ്റ് ആകുമെന്ന് നോക്കാം. അത് കേട്ടതും വേവെ അതും വാങ്ങിച്ച് അവിടെ നിന്ന് വേഗം രക്ഷപ്പെടും. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിലോട്ട് പോകുന്ന വേവെ മനസ്സിൽ പറയും, ശരിക്കും ഞാൻ അവരോട് കള്ളമൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഒരു ഇൻ്റർവ്യൂ തന്നെ അല്ലേ അത്, എൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ഇൻ്റർവ്യൂ. അങ്ങനെ അവൾ അത് ഡ്രസ്സ് ചെയ്ത് എങ്ങനെയുണ്ടേ? അതിൽ അവർ കൈയടിച്ചിട്ട് പറയും, ഒരു മാന്യമായ സ്ത്രീ ആയിട്ടുണ്ട്. വേവേ, ഇന്നർ ബ്യൂട്ടിയെ പറ്റി മാത്രം വാദിക്കുന്ന നീയൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെയും ഡ്രസ്സ് ചെയ്തു പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ഇൻ്റർവ്യൂവിന് ഇന്നർ ബ്യൂട്ടി മാത്രം നോക്കിയാൽ പോരാ, കുറച്ച് ഔട്ടറും കൂടി നോക്കണം. പെട്ടെന്ന് അവൾ നോക്കിയിട്ട് പറയും, ഷൂ വേണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിൽ ലിങ് വിളിച്ചു പറയും, ഇട്ടിരിക്കുന്ന ഷൂ നല്ലതാണല്ലോ, അത് മതി. അത് കേൾക്കാതെ വേവേ പോയി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പെടുക്കും. അത് കണ്ട് ദേഷ്യം പിടിച്ച് ലിങ് അത് തട്ടിയെടുത്തിട്ട് പറയും, അയ്യേ ഇതൊന്നും വേണ്ട, ഈ ഡ്രസ്സൊക്കെ മാച്ച് ആവില്ല. നീ ഇട്ട ആ ചെരുപ്പ് ഇഷ്ടമായില്ലെങ്കിൽ ഹീൽസ് ഉള്ള വേറെ ഏതെങ്കിലും ചെരുപ്പ് എടുക്ക്. ഹീൽസാണ് ഈ ഡ്രസ്സിന് മാച്ച്. എനിക്ക് അല്ലെങ്കിലേ 169 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഈ ഷൂവും കൂടെ ഇട്ടാൽ 175 സെൻറ്റിമീറ്റർ ആകും. അതുകൊണ്ട് ഞാൻ ഈ ചെരുപ്പ് തന്നെ ഇട്ടോളാം എന്നും പറഞ്ഞ് അവളെ കയ്യിൽ നിന്നും വാങ്ങിക്കും. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന നീ ഹൈറ്റൊക്കെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെക്കാളും ഹൈറ്റ് എങ്ങാനും കൂടോ എന്ന് പേടിച്ചിട്ടാണോ? അത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ചിരിക്കും. അപ്പോൾ വേവേ പറയും, കറക്റ്റ്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കും, അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണ് നെയ്ഹെങ്കിലോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങിയ വേവേ ടീം സംസാരിച്ചു കൊണ്ട് അങ്ങനെ പോകുന്നത് അതുവഴി വന്ന് ഇരാനും ഫ്രണ്ടും കാണും. എന്നിട്ട് ഫ്രണ്ട് പറയും, ഇരാൻ വേവേ അല്ലയാ പോകുന്നത്? അവൾ കയറി ആ ഷോപ്പ് നോക്ക്, അവിടെ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, വാ നമുക്കൊന്ന് കയറി നോക്കാം. അതിൽ ഇരാൻ പറയും, നോ വേ, ആ ചെറിയ ഷോപ്പൊക്കെ ഡിസ്പ്ലേ കണ്ട് നോക്കി കയറിയാൽ അറിയാം അവിടുത്തെയൊക്കെ സെലക്ഷൻ്റെ അവസ്ഥ. അത് മാത്രമല്ല അവിടെ നിന്നൊക്കെ വാങ്ങിച്ച നമ്മുടെ സ്റ്റാൻഡേർഡ് പോകും. പിന്നെ അവൾ അവിടെ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ ആ വേവേൻ്റെ ടേസ്റ്റ് ലെവലും എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നും പറഞ്ഞ് ഇരാൻ സ്പീഡിൽ നടക്കും. അങ്ങനെ അടുത്ത ദിവസം എക്സാം ഹാളിലോട്ട് വേവേ വന്നപ്പോൾ എല്ലാവരും അവളെ നോക്കുകയാണ്. അതിൽ ഒരുത്തി പറയും, അതല്ലേ ആ വേവേ, നല്ല ഭംഗിയുണ്ടല്ലേ അവളെ കാണാൻ. പക്ഷെ അവൾ എന്തിനാ എക്സാമിന് ഇങ്ങനെയൊക്കെ ഒരുങ്ങിക്കെട്ടി വന്നിട്ടുള്ളത്? അതിൽ അടുത്ത ആൾ പറയും, അവൾ അതിന് അധികം ഒന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ, അവളെ മേക്കപ്പ് നോക്കി ലൈറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അവളെ ഭംഗി കൊണ്ട് അവൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് അങ്ങനെ തോന്നുന്നതാ. അങ്ങനെയൊക്കെ കമൻസ് പറയുന്നത് അവൾ കേൾക്കുകയാണ്. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് അവൾ സ്പീഡിൽ ആൻസറൊക്കെ എഴുതി കഴിഞ്ഞ് ക്ലോക്ക് നോക്കിയിട്ട് വിചാരിക്കും, 11:10 പോലും ആയിട്ടില്ല. എന്നിട്ട് വേഗം ആൻസർ ഷീറ്റൊക്കെ കൊടുത്ത് പുറത്തിറങ്ങും. അവൾ അങ്ങനെ അവൻ്റെ ഫോൺ നമ്പർ എഴുതിയ പേപ്പറും പിടിച്ച് തുള്ളിച്ചാടി നടക്കുകയാണ്. ഭയങ്കര ത്രില്ലിൽ ചിരിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. പെട്ടെന്ന് സ്റ്റക്കായി അവൾ നോക്കുമ്പോൾ അവൻ പറഞ്ഞ ആ കോളേജ് ഗേറ്റ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൾ നെർവസ് ആയിക്കൊണ്ട് ആ പേപ്പറൊക്കെ മുറുകെ പിടിച്ച് ഒരു ദീർഘശ്വാസം എടുത്തിട്ട് വിചാരിക്കും, 11:30 മണി ആയിട്ടേ ഉള്ളൂ, നേഹ ഇങ്ങോട്ട് വരുന്നതേ ഉണ്ടാകുള്ളൂ, അവന് എൻ്റെ പോലെ ഇത്ര ത്രില്ലൊക്കെ അടിച്ചിട്ടാവോ എന്നൊക്കെ വിചാരിച്ച് ഒരു സൈഡിലോട്ട് നിൽക്കും. പക്ഷെ അവിടേക്ക് കുറച്ച് പേര് സൈക്കിളും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവൾ അവിടെ നിന്നും മാറി ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കും. അങ്ങനെ അവനെയും വെയിറ്റ് ചെയ്ത് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ ചുറ്റും നോക്കുന്നുണ്ട്, സന്തോഷം കൊണ്ട് ആ പേപ്പറൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ നെയ് ഓൾറെഡി അവിടെ എത്തി അവളെയും നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് വേവേ നെയ്നെ കാണും. നെയ് ആണത്, അവനെപ്പോലെ ഒരാൾ. അതിൽ നെയ് വേവേനെ നോക്കിയതും, ഓ മൈ ഗോഡ്, നെയ് തന്നെയാണത്. അവൻ എന്താ അവിടെ ചെയ്യുന്നത്? അവനും എന്നെപ്പോലെ ആരെയോ വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. ആരായിരിക്കും ആ ഭാഗ്യവതി എന്നൊക്കെ മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു കൂട്ടാണ്.
അവനൊരു കൂസലുമില്ലാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട് വേവെ ആകെ നെർവസ് ആകുന്നു. ഇവൻ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ചിലപ്പോൾ അവൻക്ക് അറിയുമായിരിക്കും ഞാനും കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റ് ആണെന്ന്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിലും ഇരുന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഒരു ഹായ് പറഞ്ഞാലോ? പറയാല്ലേ, ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ സെയിം കോഴ്സല്ലേ പഠിക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ മോശമാകും. അങ്ങനെ അവൾ മനസ്സിൽ കൂട്ടിയും കുറിച്ച് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഒരു ഇമ പോലും വെട്ടാതെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവസാനം വേവെ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൾ അവിടെ എത്തി. നെയ്നെ ഇത്ര അടുത്ത് സംസാരിക്കാൻ കിട്ടിയതിൽ സന്തോഷം കൊണ്ട് അവൾ പറയും, നെയ്, വാട്ട് എ കോയിൻസിഡൻസ്. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അവൻ. അതിൽ അവൾ മനസ്സിൽ വിചാരിക്കും, അയ്യേ, അവനൊന്നും മിണ്ടുന്നില്ലല്ലോ, ഞാനതെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവൻ മിണ്ടുന്നുമില്ല എന്ന് തിരിച്ചു പോയാലോ? അങ്ങനെ അവൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നെയ് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകും. എന്നിട്ട് അവളെ ബാക്കിൽ നിന്ന് പറയും, ഒരു യാദൃശ്ചികതയുമില്ല, ഞാൻ നിന്നെ കാത്തിരിക്കുകയെന്ന്. അത് കേട്ടതും അവൾ ഷോക്കായിക്കൊണ്ട് അവനെ നോക്കിയിട്ട്, എന്നെയോ? അതിൽ അവനൊന്നും മിണ്ടുന്നില്ല. എന്നിട്ടൊരു ഡൗട്ടോടുകൂടി, നെയ്ഹേ, യെസ്, അത് ഞാനാണ്. അത് കേട്ട് വേവെ ബാക്കിലോട്ട് വീഴാൻ വരെ പോകും. അവൾ മനസ്സിൽ പറയും, ഭാഗ്യം അന്ന് ലിങ് പറഞ്ഞ ആ ഹീൽസുള്ള ഷൂ എടുക്കാത്തത്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഊരയും കുത്തി വീഴേനെ. അപ്പോൾ നെയ്യാണോ നെയ്ഹേ? ഇവൻ എങ്ങനെ നെയ്ഹയായി? അങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നെയ് ചോദിക്കും, നിന്റെ എക്സാം നേരത്തെ കഴിഞ്ഞോ? എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം എന്നും പറഞ്ഞ് അവൻ നടക്കും. അതിൽ അവൾ പോകാതെ, ശരിക്കും നെയ്ഹ തന്നെയാണോ ഇവൻ? ഇനി ഞാൻ ഇവൻ്റെ കൂടെ പോയാൽ വേറെ നെയ്ഹ വരുമോ എന്നൊക്കെ വിചാരിച്ച് പോകാൻ മടിച്ച് നിൽക്കുകയാണ്. അതിൽ അവൻ ചോദിക്കും, വേ നിനക്ക് ഫിഷ് ഐറ്റംസ് ഇഷ്ടമാണോ? അതിൽ അവൾ ഞെട്ടിക്കൊണ്ട് വേ. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളെ പേര് വരെ അവൻക്ക് അറിയാമെന്ന്. അതിൽ അവൻ ചിരിച്ചുകൊണ്ട് പോകും. അവളും അവൻ്റെ പിന്നാലെ നടക്കും. അവരെ ആ സീന് ഒരുത്തൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നെയ്ഹയും വേവയും ഫുഡ് കഴിക്കാനെത്തി. ഒരു ആൻറ്റി ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ച് വേവേനെ നോക്കും. അതിൽ അവൾ താങ്ക് യു പറയും. പക്ഷെ എന്നിട്ട് നോക്കി നിൽക്കുന്ന അവരോട് നെയ് ഒരു സംഭവം കാണിക്കും. അത് കണ്ടതും അവർ സന്തോഷത്തോടെ പോകും. എന്നിട്ട് നെയ് പറയും, ആ ആൻറ്റി സംസാരിക്കില്ല, പക്ഷെ അടിപൊളി കുക്കാണ്. എൻ്റെ പാരൻസ് കുക്ക് ചെയ്യാറില്ല. ഞാൻ ചെറുതായെന്ന് ഇവരുടെ അടുത്തുനിന്നായിരുന്നു എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഒരു ബൗൾ സൂപ്പ് കൊടുത്തിട്ട് അവളോട് ചോദിക്കും, ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഇത് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, ഇത് മതി. അങ്ങനെ അവൾ അത് കുടിക്കുകയാണ്. അതിൽ അവൾ അതൊന്ന് സ്മെല്ല് ചെയ്ത് അവനോട് ചോദിക്കും, ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായി ഇട്ടിട്ടുണ്ടോ? യെസ്, ആ കാർ ആക്സിഡൻറ്റിന് ശേഷം എന്നോട് ഡാഡി ഓർഡർ ഇട്ടതാണ്, ഒരു 15 ദിവസമെങ്കിലും ഈ സൂപ്പ് തന്നെ കുടിക്കാൻ. ഇത് എൻ്റെ ഹെഡ് ഇഞ്ചുറി റിക്കവർ ആവാൻ സഹായിക്കും. അതിൽ വേവേ പറയും, പ്രൊഫസറിൻ്റെ ആർക്കിയോളജി ക്ലാസ്സിൽ ഞാൻ ഇരിക്കാറുണ്ട്. അത് കേട്ട് അവൻ ചോദിക്കും, എന്നിട്ട് നീ ക്ലാസ്സിൽ ഉറങ്ങിപ്പോകാറില്ലേ? പ്രൊഫസർ പറയുന്നത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ കുഴിച്ചെടുത്ത ഓരോ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലാസ്. ഞാനും ഡാഡിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്കറിയാം എങ്ങനെയുണ്ടെന്ന്. അതുകൊണ്ട് നീ കഷ്ടപ്പെട്ട് നല്ലത് പറയണ്ട. ഒരിക്കൽ ഞാൻ ആ ക്ലാസ്സിൽ നിൻ്റെ കൂടെ ഇരുന്നിരുന്നു, ഓർമ്മയുണ്ട്. അതിൽ അവൾ മനസ്സിൽ വിചാരിക്കും, ഓർമ്മയുണ്ടെന്നോ? എന്നെപ്പോലെ ഒരു സാധാരണക്കാരിയുടെ അടുത്ത് ഇരിക്കുന്ന അവൻ അങ്ങനെ ഓർത്തിരിക്കുന്ന ടൈപ്പല്ലല്ലോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു വലിയ മീനിൻ്റെ തലയെടുത്ത് അവൾക്ക് കൊടുക്കും. അത് കണ്ട് അവൾ ഞെട്ടിക്കൊണ്ട് വിചാരിക്കും, അവൻ തിന്നുമടുത്ത് എനിക്ക് തന്ന് ഒഴിവാക്കണോ എന്ന് സംശയിച്ചിട്ട് നെയ്നെ നോക്കുമ്പോൾ അവൻ നിൻ്റെ ബുദ്ധിക്ക് നല്ലതാ എന്ന് പറയുന്നത് പോലെ ആക്ഷൻ കാണിക്കും. അവൾ അത് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും. അങ്ങനെ അവർ വീണ്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുമില്ല, ഭയങ്കര സൈലൻസ് ആണ് അവിടെ. അതിൽ വേവെ വിചാരിക്കും, എന്തൊരു നിശബ്ദതയാണ്, എന്തേലും ചോദിച്ചാലോ? ഇപ്പോൾ ഈ മുന്നിലിരിക്കുന്ന നെയ് ഗെയിമിലുള്ള നെയ്ഹെ പോലെ തന്നെയല്ല, എന്നോട് എന്തോ ഒരു അകൽച്ച പോലെ. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാകാം നെയ് എന്നോടൊന്നും സംസാരിക്കാത്തത്. ഞാൻ കേട്ടിട്ടുണ്ട് നെയ്ൻ്റെ പാരൻസൊക്കെ ഒരുപാട് ഡിസിപ്ലിൻസൊക്കെ പാലിക്കുന്നവരാ. അപ്പോൾ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇനി സംസാരിക്കുന്നത് ശരിയല്ലല്ലേ എന്നൊക്കെ വിചാരിച്ച് കാലിയായ ബൗളിലെ സൂപ്പ് കോരി കുടിക്കുകയാണ്. അത് കണ്ട് അവൻ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആൻറ്റി വീണ്ടും ഫുഡ് കൊണ്ടുവന്നിട്ട് അവളോട് നല്ലോണം കഴിക്കാൻ വേണ്ടി പറയും. അതിൽ അവൾ ഒരു ആക്ഷൻ കാണിക്കും. അത് കണ്ട് അവർക്കൊന്നും മനസ്സിലാകില്ല. അതിൽ വേവേ നെയ്നെ കൺഫ്യൂഷനായി നോക്കും. അതിൽ അവൻ കറക്റ്റായി കാണിച്ചു കൊടുക്കും. അത് കണ്ട് അതുപോലെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ആൻറ്റി ഹാപ്പിയായി തിരിച്ച് കാണിച്ചിട്ട് പോകും. അതിൽ നെയ് വേവേനോട് അത് കാണിക്കും. വേവേ തിരിച്ചും. അവൾ അങ്ങനെ അത് കാണിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ അങ്ങനെ നോക്കി നിൽക്കും. ആ നോട്ടം കണ്ട് വേവേക്ക് ആകെ നാണം വരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നെയ്ക്ക് ഒരു കോൾ വരും. ആ റിംഗ് ടോൺ കേട്ടിട്ട് വേവെ വിചാരിക്കും, ഇത് ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയ ആ വീഡിയോൻ്റെ സൗണ്ട് ട്രാക്ക് അല്ലേ? എന്നെ പോലെ തന്നെ നെയ്ക്കും ഈ വീഡിയോ ഇത്ര ഇഷ്ടമാണോ? അങ്ങനെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, നെയ്, നീ ഇതെവിടെയാ? നീ ഫെയർവെൽ ഗെയിം കളിക്കാൻ വരുന്നില്ലേ? അതിൽ അവൻ ഫോണിൽ ടൈം നോക്കിയിട്ട് പറയും, അതിന് ഇനിയും ടൈമുണ്ടല്ലോ. നീ വേഗം വാ, ഇവിടെ എല്ലാവരും നേരത്തെ തന്നെ എത്തി നിൻ്റെ വാമപ്പ് കാണാൻ വന്നിരിക്കുകയാണ്. നിനക്കിപ്പോൾ എന്താ പണി? ഇങ്ങോട്ട് വാ. ഞാൻ ബിസിയാണ്. ബിസിയോ? എന്ത് ബിസി? ഞാനൊരു ഡേറ്റിങ്ങിലാണ്. അത് കേട്ട് വേവ വരെ ഞെട്ടും. അതിൽ ഫ്രണ്ടും ഷോക്കായിക്കൊണ്ട്, ഡേറ്റിങ്ങോ എന്നും പറഞ്ഞ് വാ തുറന്ന് നിൽക്കും. അതിൽ മറ്റവൻ ഫോൺ എടുത്തിട്ട് പറയും, നീ ഡേറ്റിങ്ങിലാണല്ലേ? എന്നാൽ അവളെയും കൂട്ടി വാ, ഞാൻ അവളോട് ചോദിച്ച് നോക്കട്ടെ. എന്നിട്ട് നീ ഞങ്ങൾ ഫെയർവെൽ ബാസ്കറ്റ്ബോൾ കാണാൻ വരുന്നുണ്ടോ?
അവൾ യെസ് എന്ന് തലയാട്ടും. ഞാൻ അവളെയും കൂട്ടി വരാം എന്നും പറഞ്ഞ് ഫോൺ വെക്കും. എന്താ അവൾ വരുന്നുണ്ടോ? യെസ്. നീ സാവധാനം കുടിച്ചോ, ധൃതിയില്ല. ഞാൻ വീട്ടിൽ പോയി എൻ്റെ സൈക്കിൾ എടുത്തിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. അത് കേട്ട് അവൾ മനസ്സിൽ പറയും, അപ്പോൾ നെയ്യിൻ്റെ വീട് ഇവിടെ അടുത്ത് എവിടെയോ ആണ്. അങ്ങനെ അവന് സൈക്കിൾ എടുക്കാൻ വേണ്ടി പോകും. വേവെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവന് സൈക്കിളും ഓടിച്ചു വരുന്ന അവൻ്റെ ഭംഗി കണ്ട് വേവെ നോക്കി നിൽക്കും. എന്നിട്ട് അവളോട് കയറാൻ പറയും. ഒരു മിനിറ്റ്, നമ്മൾ ഇതിൽ ഒരുമിച്ചാണോ പോകുന്നത്? അതെ. പിന്നെ നിനക്ക് അത്ര ദൂരം നടക്കാനാണോ പ്ലാൻ? അതല്ല, ഒരുമിച്ച് ഇതിൽ ബാസ്കറ്റ്ബോൾ കോർട്ട് വരെ പോകുന്നത് ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. എന്ത് തെറ്റിദ്ധരിക്കും? അവർ വിചാരിക്കും നമ്മൾ ഇങ്ങനത്തെ വല്ല റിലേഷൻഷിപ്പുമാണെന്ന്. അതിൽ അവൻ ചിരിച്ചുകൊണ്ട് പറയും, നമ്മൾ ഓൾറെഡി അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ തന്നെയാണല്ലോ, പിന്നെന്തിനാ അവർ തെറ്റിദ്ധരിക്കാൻ നിൽക്കുന്നത്? അതിൽ അവൾ ആകെ സർപ്രൈസ്ഡായി. എന്നിട്ട് വിചാരിക്കാൻ തുടങ്ങും, എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ റിലേഷൻഷിപ്പൊക്കെ ആയത്? എന്തായാലും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അവൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനല്ല എനിക്കിഷ്ടം. പക്ഷേ ദൈവത്തിൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൽ കയറണോ വേണ്ടയോ? അവൾ അങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നെയ് കണ്ട് ചിരിക്കുകയാണ്. നീ എന്തിനാ ആളുകൾ വിചാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്? അവരെ ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാൽ പോരെ? അത് മാത്രമല്ല, ഞങ്ങൾ നടക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ സൈക്കിളിൽ പോകുന്നതിനേക്കാളും ആളുകൾ ഞങ്ങളെ കാണാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് എത്തിക്കോളും. അപ്പോൾ ഞാൻ സൈക്കിളിൽ കയറാമല്ലേ എന്നും അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അവളെയും കാത്ത് നിൽക്കുന്ന നെയ്ക്ക് മനസ്സിലാകും ഇതിനൊരു അവസാനം ഉണ്ടാകില്ല എന്ന്. എന്നിട്ട് അവളെ അടുത്ത് വന്നിട്ട് പറയും, നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് നന്നായി സൈക്കിൾ ഓടിക്കാൻ അറിയാം. പിന്നെ എൻ്റെ കൂടെ വരുന്നത് അത്രയ്ക്കും നാണമാണോ നിനക്ക്? അത് കേട്ടതും പിന്നെ ചമ്മിക്കൊണ്ട് വേഗം സൈക്കിളിൽ കയറി. എൻ്റെ എക്സ്പ്രഷൻസ് ഇത്ര മനസ്സിലാക്കാൻ പറ്റുമോ അവനക്ക്? അവൾ അങ്ങനെ ഉരുകിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ആരെങ്കിലും കാണോ എന്ന പേടിയുമുണ്ട്. അവർ പോകുന്നത് എന്നാൽ എല്ലാവരും നോക്കുന്നുണ്ട്. കാറ്റ് കൊണ്ട് അവളെ സ്കേർട്ട് പൊങ്ങുന്നത് അവൾ പൊത്തിപ്പിടിക്കാനും നോക്കുന്നുണ്ട്. അവൾ അവിടെ ഇരുന്ന് ആകെ ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ സ്കേർട്ട് പിടിച്ച് വലിക്കുന്നത് നെയ് കാണും. അതിൽ അവനൊരു ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്തി, ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സൈക്കിളിൽ നിന്നിറങ്ങും. അവളോട് ആ സൈക്കിളും പിടിച്ച് നിൽക്കാൻ പറയും. അതിൽ അവനെ കണ്ടതും കുറേ പേര് ചുറ്റും കൂടി അവൻ്റെ ഭംഗിയും ഹൈറ്റിനൊക്കെ പറ്റി കമൻറ്റ് പറയാൻ തുടങ്ങും. അത് കേട്ട് അവൾ വിചാരിക്കും, അവൻ്റെ കൂടെ ഞാൻ നിന്നാൽ എല്ലാവരും എന്നെയും കമൻറ്റ് പറയാൻ തുടങ്ങും. അങ്ങനെ അവൾ ഓരോന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു കവർ കൊടുത്തിട്ട് പറയും, ഇതൊന്ന് പിടിക്ക്. അങ്ങനെ അവർ വീണ്ടും പോകുകയാണ്. അതിൽ അവൾ ആ കവർ മടിയിൽ വെച്ച് അതിൽ അവളെ സ്കേർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്ന്. അപ്പോഴാണ് അവൾക്കും കത്തിയത് അവൻ എന്തിനാണ് അത് വാങ്ങിച്ചതെന്ന്. അങ്ങനെ അവർ പോകുന്നത് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എന്നെ പിടിച്ചിരുന്നോ? അതിൽ അവൾ മെല്ലെ അവൻ്റെ ഷർട്ടിൽ മടിച്ചുകൊണ്ട് പിടിക്കും. എന്നിട്ട് വിചാരിക്കും, ഞാൻ എന്തിനാ ഇത്ര പേടിക്കുന്നത്? നെയ് ആയതുകൊണ്ടാണോ? ഇനി നെയ് തന്നെയല്ല എൻ്റെ ഫ്യൂച്ചറിലുള്ളത്. പക്ഷേ എനിക്ക് ഇവൻ നേഹയാണ്. ഞാൻ നെയ്യിനേക്കാളും നേഹയാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അവരവിടെ എത്തും. നെയ് സൈക്കിൾ പാർക്ക് ചെയ്യുന്ന സമയം അവൾ മനസ്സിൽ പറയും, ശരിയാണ്, ഞാൻ ഇനി നല്ലോണം ധൈര്യശാലിയാകണം. ഇതുകൊണ്ടുള്ള എല്ലാ എഫക്ട്സും ഞാൻ തരണം ചെയ്യേണ്ടി വരും. പക്ഷേ അതിപ്പോൾ വേണ്ട. ഇപ്പോൾ ഞാൻ നെയ്യിൻ്റെ കൂടെ ഉള്ളിലോട്ട് പോയി എല്ലാ കണ്ണുകളും എൻ്റെ നേരക്കായിരിക്കും. അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെയ് വരും. അതിൽ അവൾ പറയും, ഞാൻ എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെ ഇരുന്ന് കളി കണ്ടോളാം. ഞാൻ രാത്രി ഓൺലൈനിൽ വരാം, ബായ് എന്നും പറഞ്ഞ് അവൾ ഒറ്റ ഓട്ടം ഓടും. അത് കണ്ട് അവൻ ചിരിച്ചങ്ങനെ നോക്കും. കോർട്ടിൻ്റെ ഉള്ളിൽ കയറിയതും വേവെ അവളെ ടീംസിനെ തപ്പുകയാണ്. അതിൽ എറിക്സി അവിടുന്ന് വേവയെ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് കൈ വീശി കാണിക്കും. അങ്ങനെ അവൾ അവിടെ പോയി ഇരിക്കും. നോക്ക്, ഇന്ന് ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലേഴ്സ് ഉണ്ട്. ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലെ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലെ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലും. പിന്നെ ദാ നോക്ക്, ക്യാമ്പസ് ബെല്ലയും ഉണ്ട്. അതിൽ ലിങ് പറയും, ആദ്യമായിട്ടാണല്ലേ ഒരേ സ്ഥലത്ത് ഒരേ സമയം ടോപ്പ് 2 ബെല്ലേഴ്സ് ഉണ്ടാകുന്നത്. അതും ശരിയാണ്. അവൾ വരുന്നത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വേവേ നിന്നെക്കൊണ്ട് ഞങ്ങൾ ആ റെഡ് ഡ്രസ്സ് ഇടിപ്പിച്ചേനെ. അത് കണ്ട് അവളെ അഹങ്കാരം ഒന്ന് കുറയണം. ശരിയാ, അവളെക്കാളും എന്തുകൊണ്ടും ഭംഗി നമ്മുടെ വേവ തന്നെയാണ്. എന്നാലും ആരായിരിക്കും ഇവളെ ആ ഫോട്ടോ കോൺടെസ്റ്റിന് അയച്ചു കൊടുത്തത്? ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവൾക്ക് ആ ടൈറ്റിൽ പോയത്. നമുക്ക് അന്ന് ഇവളെ ചറപറ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കായിരുന്നല്ലേ. അതിന് ഇവൾ സമ്മതിച്ചതുമില്ല. അങ്ങനെ വാ തോരാതെ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് വേവെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി അവളെ കയ്യിലുള്ള കവർ എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, എന്തേലും എടുത്ത് കഴിക്കേ. അതിൽ അവർ അതൊക്കെ മറന്ന് അതിൽ കൈയിട്ട് വാരാൻ തുടങ്ങും. നിനക്കെന്താ വേവേ, വല്ല ലോട്ടറി അടിച്ചോ? വാവ്, ഞങ്ങളെ ഫേവറേറ്റ് ഐറ്റംസ് ഫുള്ളും ഉണ്ടല്ലോ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ അവർ കഴിക്കാൻ തുടങ്ങും. വേവേ, നീ എൻ്റെ ഫേവറേറ്റ് മാത്രം വാങ്ങിച്ചില്ലല്ലോ. അത് കേട്ട് ദേഷ്യം വന്ന വേവ് അത് വാങ്ങിക്കാൻ നോക്കിയിട്ട് പറയും, നിൻ്റെ ഫേവറേറ്റ് ഇല്ലെങ്കിൽ നീ കഴിക്കണ്ട. ഇത് തന്നെ കിട്ടിയപ്പോഴുള്ള എൻ്റെ അവസ്ഥ നിങ്ങൾക്കാർക്കും അറിയില്ല. സോറി, ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്, താ. അങ്ങനെ അത് എറിക്സി തന്നെ എടുക്കും. അങ്ങനെ അത് കഴിക്കുന്നതിനിടയിൽ ഫ്രണ്ട് ചോദിക്കും, വേവേ നിനക്ക് ആ ജോലി കിട്ടിയോ? അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ നീ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്? അങ്ങനെയും പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഇൻ്റർവ്യൂ? അതിൽ വേവേ പറയും, തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനും നിരാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഫുൾ സർപ്രൈസിങ് ആയി. പ്രോസസ്സൊക്കെ എന്തായാലും എന്താ, നിനക്ക് ആ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, അത് മതി. അത് കേട്ട് വേവേക്ക് തന്നെ ചിരി വരും. പിന്നെ വേവേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. നമ്മൾ കാത്തിരുന്ന കളി, നമ്മുടെ നെയ്യിൻ്റെ കളി, അവൻ ഇന്ന് കളിക്കുന്നുണ്ട്. അതിൽ വേവേ ഒന്നും അറിയാത്ത പോലെ
ആണോ എന്നൊക്കെ ഭയങ്കര സർപ്രൈസ് ആയ പോലെ കാണിക്കും. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഓഫ് കോഴ്സ് എനിക്കറിയാം, മണ്ടന്മാർ, നെയ് വാങ്ങിച്ച് തന്ന സ്നാക്സ് തന്നെയാണ് അവർ ഇപ്പോൾ കഴിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയില്ല. ഇന്നത്തെ ഗെയിം ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റും കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലാണ്. രണ്ടിലും പെടാത്ത ഇരാൻ എന്തിനാ കളി കാണാൻ വന്നിരിക്കുന്നത്? ഇരാൻ്റെ ഫ്രണ്ട് പറയും, ഇരാൻ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നെയ് ഉണ്ടെന്നറിഞ്ഞാൽ ആ വേവേ എന്തായാലും കളി കാണാൻ വരുമെന്ന്. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ അവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും എന്നൊക്കെ പറഞ്ഞ് പിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് ഇരാൻ ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കും. അങ്ങനെ എല്ലാവരും കളിച്ച് ചിരിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നാൽ വേവേ മാത്രം ഇവിടെ അവൻ്റെ എൻട്രിയിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അതിൽ നെയ് കോർട്ടിലോട്ട് വന്ന് അവളെ കണ്ണുകൊണ്ട് തിരയാണ്. അവനെ കണ്ടതും എല്ലാവരും അങ്ങ് ചാടി എണീറ്റ് സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ഒരു ടീമാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് ഓടി വന്ന് അവനെ പൊതിഞ്ഞ് ഫോട്ടോ എടുപ്പും തുടങ്ങി. അതിൻ്റെ ഇടയിൽ നെയ് വേവേനെ കണ്ട് നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ എറിക്സിൻ്റെ കയ്യിലുള്ള സ്നാക്സ് കൊണ്ട് മുഖം അങ്ങ് മറച്ചു വെക്കും. അവനൊരു കൂസലുമില്ലാതെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ നിവൃത്തിയില്ലാതെ അതൊക്കെ മാറ്റി നെർവസ് ആയിക്കൊണ്ട് അവിടെ നിൽക്കും. അതിൽ കോച്ച് വന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന പെൺപിള്ളേരോടൊക്കെ പോയി സീറ്റിൽ തന്നെ ഇരിക്കാൻ പറയും. അങ്ങനെ അവരൊക്കെ പോയി. അതിൽ ഫ്രണ്ട്സ് വന്ന് ചോദിക്കും, എവിടെ അവളെവിടെ, നിൻ്റെ ഡേറ്റ് എവിടെ? അവൾ ഓടിപ്പോയോ? നിങ്ങളൊക്കെ കണ്ട് പേടിച്ച് അവൾ ഓടിപ്പോയി. ഇത്രയും ഭംഗിയുള്ള എന്നെയൊക്കെ കണ്ട് അവൾ പേടിച്ചെന്നോ? അവരെ കണ്ട വേവേ മനസ്സിൽ പറയും, അപ്പോൾ ഇവരാകും റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ നെയ്ക്ക് വിളിച്ചത്. വാ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം എന്നും പറഞ്ഞ് വേവേനെ ഒരു നോട്ടം കൂടി നോക്കി അവന് പോകും. അത് നമ്മുടെ എറിക്സി കണ്ട് അവൻ നോക്കിയ ഡയറക്ഷനിലോട്ട് നോക്കും. അപ്പോൾ അവൾ കണ്ടത് ഇരാനെയാണ്. എറിക്സി ഇരാനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇരാൻ്റെ ഫ്രണ്ടും പറയും, ഇരാൻ, അവൻ നിന്നെയല്ലേ ഇങ്ങനെ നോക്കുന്നത്? അങ്ങനെ ആവോ? ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഉണ്ടെങ്കിലും നിന്നെയല്ലേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അവൻ നിന്നെ തന്നെയാണ് നോക്കിയത്, എനിക്ക് ഉറപ്പാണ്. നിൻ്റെ അങ്കിളിൻ്റെ കമ്പനിയിൽ നിന്ന് കണ്ടതല്ലേ, അപ്പോൾ അവൻക്ക് നിന്നെ ഓർമ്മയുണ്ടാകും. പിന്നെ വേവേൻ്റെ കൂടെ അവൻ ഒരു ക്ലാസ്സിലിരുന്നെന്ന് വെച്ച് അവരൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇവിടെ വേവേൻ്റെ ഫ്രണ്ടും പറയും, അവൻ ആരെയാ ഇങ്ങനെ ഈ നോക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇരാനാണെന്നാ. ഒരു ഉറപ്പുമില്ല, ഇവിടെ ഒരുപാട് സുന്ദരികളുണ്ട്, പക്ഷെ അവൻ നമ്മുടെ സൈഡിലോട്ടാണ് നോക്കിയത്, അതുകൊണ്ട് ഇരാനാകും. ഇപ്പോൾ എനിക്ക് ഓർമ്മയായത്, അവർ പണ്ട് കോളേജിലെ ഒരു പരിപാടിക്കുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചുള്ള പെർഫോമൻസ് ഒന്നുമല്ല, എന്നാലും ആ സമയത്ത് അവർ തമ്മിൽ കാണാനും പരിചയപ്പെടാനും മിണ്ടാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. അത് കേട്ട് ലിങ് പറയും, ഒരിക്കലുമല്ല, അതൊന്നും ആകാൻ ചാൻസ് ഇല്ല. അങ്ങനെ പരിചയമുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ടൈപ്പൊന്നുമല്ല നെയ്. അങ്ങനെ അവർ അതിനു വേണ്ടി വാദിക്കുന്നത് കേട്ട് വേവേ പറയും, ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം, അവൻ നോക്കിയത് എന്നെയാണ്. അത് കേട്ടതും അവർ വിശ്വസിച്ചതുമില്ല, അവളെ കളിയാക്കി ചിരിക്കാനും തുടങ്ങും. അത് കണ്ട് ദേഷ്യം പിടിച്ച് അവൾ ബാക്കിയൊന്നും പറയാതെ കുറുമ്പ് പിടിച്ചിരിക്കും. ഇനി ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ ഫ്രണ്ട് നെയ്നോട് പറയും, നീ അവിടെ കോർട്ടിൽ ആരെയാണോ നോക്കി നിന്നിരുന്നത്? ഞാൻ നിൻ്റെ നോട്ടത്തിൻ്റെ ഡയറക്ഷൻ വെച്ച് കണ്ടുപിടിച്ച്, അത് ക്യാമ്പസ് ബെല്ലനെയല്ലേ? അതിൽ അടുത്തവൻ പറയും, ഞാൻ വളക്കാൻ നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലയും എൻ്റെ കളി കാണാൻ വന്നിട്ടുണ്ട്. അത് കേട്ട് നെയ് ഈ ഫ്രണ്ടിനോടായി പറയും, അവനോട് പറയുന്ന പോലെ, ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു അവളെ കാര്യത്തിൽ നീ ഇടപെടണ്ട എന്ന്. നീ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ പോട്ടെ, നിൻ്റെ ഹെഡ് ഇഞ്ചുറി കാരണം നിനക്ക് കളിക്കാൻ പറ്റുമോ? ഒരു കുഴപ്പവുമില്ല, ഞാൻ കളിച്ചോളാം, വേഗം വാ പോകാം. എറിക്സി പറയും, വേവേ, നിനക്കറിയില്ലേ നമ്മുടെ കോളേജിൽ എല്ലാവരും കണ്ടുപിടിച്ചത് നീയും നെയ്യും ഒരിക്കലും ഒന്നിക്കാൻ ചാൻസ് ഇല്ലാത്ത കപ്പിളാണെന്നാ. അവരാ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ, ഒരിക്കലും ഒന്നിക്കാത്ത കപ്പിൾസോ? അതെന്താ? അത് നമ്മുടെ കോളേജിലെ പോപ്പുലറായ ഒരു ഗോസിപ്പ് ഫോറത്തിലുള്ളതാ. അവർ ഫേമസ് ആയ സിംഗിൾ ആയിട്ടുള്ളവരൊക്കെ ജോഡികളെ കണ്ടുപിടിക്കാൻ വോട്ട് ചെയ്യും. അതിൽ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത 2 പേരാണ് നീയും നെയ്യും. ആരാണ് ഇങ്ങനത്തെ വൃത്തികെട്ട ഫോറൊക്കെ ഉണ്ടാക്കുന്നത്? അവർക്കൊക്കെ വേറെ ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചുകൊണ്ടിരിക്കുകയാണോ? എറിക്സി ആ വിഷയമൊക്കെ വിട്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങി. അതിൽ വേവേ വീണ്ടും എറിക്സിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണാവോ ചേരാൻ പറ്റാത്തത്? വേവേ, നീ അത് ഇതുവരെ വിട്ടില്ലേ? നിങ്ങൾ മാച്ച് ആകാത്തത് അവരെ കമൻസ് അനുസരിച്ചിട്ട് ലുക്ക്, ഒക്കുപ്പേഷൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണെന്ന് മനസ്സിലായത്. എന്നിട്ട് അവളെ കളിയാക്കും. അതിൽ വേവേ പറയും, ഞങ്ങളെന്താ ഒക്കുപ്പേഷൻ കൊണ്ട് മാച്ച് ആവാത്തത്? അവനും കമ്പ്യൂട്ടർ, ഞാനും കമ്പ്യൂട്ടർ, ഞങ്ങൾ ഒന്നിച്ച IT കപ്പിൾസ് എന്ന് പറഞ്ഞൂടെ? അത് കേട്ട് അവർ ഒന്നുകൂടെ ചിരിച്ചിട്ട് പറയും, അയ്യേ എന്ത് വൃത്തികെട്ട പേരാണ് എന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കും. അതൊക്കെ പോട്ടെ, പിന്നെ ആരാണാവോ നെയ്ക്ക് മാച്ച് ആകുന്നതെന്ന് ആ ഫോറം പറയുന്നത്? ആരെയുമില്ല, നെയ്ക്ക് പറ്റിയ ആരെയും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നെയ്യും ടീമും വരുന്നത് കണ്ട് വീണ്ടും എല്ലാവരും ആർപ്പും വിളിയും കൂട്ടാൻ തുടങ്ങി. അത് കണ്ട് എറിക്സി പറയും, നെയ് എല്ലാവരുടെയും ഐഡിയൽ ആണെന്ന് തോന്നുന്നല്ലേ? അതിൽ മറ്റേ ഫ്രണ്ട് പറയും, അവൻ ബാസ്കറ്റ്ബോൾ പ്ലെയറിനേക്കാളും നല്ലൊരു സ്വിമ്മറാണെന്നാണ് കേട്ടത്. അവനെ സ്വിമ്മിംഗ് ഡ്രസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ വേവേ ഒന്ന് ആലോചിക്കുകയാണ്. അതിൽ അവൾക്ക് രോമാഞ്ചം വന്ന് ചൂടെടുക്കാനൊക്കെ തുടങ്ങും. അത് കണ്ട് ഫ്രണ്ട് പറയും, വേവേ നിൻ്റെ കവിളെന്താ റോസ് കളറായിന്? അതിലെല്ലാവരും വേവേനെ നോക്കിയിട്ട് പറയും, വേവേ നീ വേണ്ടാത്തത് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നെയ് ബാസ്ക്കറ്റിലോട്ട് അങ്ങനെ ബോൾ ചാറ പറ ഇടുകയാണ്.
അങ്ങനെ കളിയൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇൻ്റർവെല്ലാകും. അതിൽ അവൻ ബാക്കി പ്ലെയേഴ്സിനൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അത് കണ്ട് വേവേ പറയും, നീ എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ എത്താൻ ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്ന് ദൃഢനിശ്ചയം എടുത്ത് അറിയാതെ എഴുന്നേറ്റ് നിൽക്കും. അത് കണ്ട് ഫ്രണ്ട്സ് അന്തം വിട്ട് നിൽക്കുകയാണ്. അതിൽ അവൾ ഒന്നും അറിയാത്ത പോലെ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ വീണ്ടും കളി തുടങ്ങി. വീണ്ടും ചറ പറയിടും. ഹാഫ് ടൈം കഴിഞ്ഞ് നെയ്ക്ക് പകരം കളിക്കാൻ ആളെ ഇറക്കും. അത് കണ്ട് ലിങ് പറയും, എൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞത് ശരിയാണ്, നെയ് ഹാഫ് ടൈം വരെ കളിക്കുള്ളൂന്ന്. അതെന്താ? ഇത് അവരെ ഫെയർവെൽ കളയല്ലേ, അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടണ്ടേ. പിന്നെ അവൻ്റെ കാറ് ഈ അടുത്തായി ആക്സിഡൻ്റ് ആയി. അതിൽ അവൻ്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയം കളിക്കാനും അവനക്ക് പറ്റില്ല. അപ്പോഴാണ് വേവേക്കും ആ ആക്സിഡൻറ്റിൻ്റെ കാര്യം ഓർമ്മയത്. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് പറയും, ഞാനും അത് മറന്നു. അവൻ എന്തിനാ ഈ കളിയൊക്കെ കളിക്കാൻ നിൽക്കുന്നത്? നീ എന്ത് മറന്നു? ഒന്നുമില്ല. നെയ് അവിടെ ഇരുന്ന് അവളെ നോക്കുകയാണ്. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കോട്ടിൻ്റെ സൈഡിലൂടെ വരാൻ തുടങ്ങും. അവൻ വരുന്നത് കണ്ട് എല്ലാവരും ത്രില്ലടിച്ചിരിക്കും. ഇരാനൊക്കെ ഫ്രണ്ടിൻ്റെ കയ്യെ പിടിച്ച് ഞെക്കും. പക്ഷേ വേവേ മാത്രം അവൻ വരുന്നത് കണ്ട് പേടിക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ നേരെ വേവേൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അതിലെല്ലാവരും ഷോക്കായി ബാക്കിലോട്ടൊക്കെ പോകും. ഇരാനും അത് കണ്ട് ഷോക്കാകും. എന്നിട്ട് നെയ് വേവേനോട് ചോദിക്കും, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടിയുണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് ഓൺലൈനിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ നിനക്കെന്താ പണി? പഠിക്കാൻ ലൈബ്രറിയിൽ പോകും. ഓക്കെ, എന്നാൽ ഞാനുമുണ്ട്. ശരി, എന്നാൽ ഞാൻ സീറ്റ് പിടിക്കാം. എന്നിട്ട് അവൻ ബാക്കിയുള്ളവരോടായി പറയും, അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങൾ ഒന്ന് നീങ്ങിയിരിക്കോ. അത് കേട്ടതും അവർ വേഗം നീങ്ങിക്കൊടുക്കും. ഫ്രണ്ട്സൊക്കെ ഷോക്കായി ഒന്നും മിണ്ടാതെ ശ്വാസം പിടിച്ചിരിക്കുകയാണ്. ഇരാൻ ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് സഹിക്കുന്നില്ല. അങ്ങനെ നെയ് വേവൻ്റെ കൂടെ ഇരുന്നതും കമൻസിൻ്റെ പ്രവാഹമാണ്. അതോടുകൂടി ലവ് O2O എപ്പിസോഡ് 10 ഇവിടെ അവസാനിക്കുന്നു. എന്നും പറയുന്നത് പോലെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക്